നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഡ് ഫോഴ്സസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മാർഷൽ ലാ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ പ്രസൻറ്റ് പൊസിഷൻ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നീ ടോപ്പിക്കുകളാണ്. ആദ്യമായി നമുക്ക് ആംഡ് ഫോഴ്സസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സായുധ സേനയും മൗലിക അവകാശങ്ങളും. സായുധ സേനയിലെയും അർദ്ധസൈനിക സേനയിലെയും പോലീസ് ഫോഴ്സിലെയും രഹസ്യാന്വേഷണ ഏജൻസിയിലെയും സമാന സേനകളിലെയും അംഗങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സേനാ വിഭാഗങ്ങളിലെ അംഗങ്ങൾക്കിടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ പ്രൊവിഷന്റെ ഒബ്ജക്റ്റീവ്. ആർട്ടിക്കിൾ 33 പ്രകാരം നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രം നിക്ഷിപ്തമാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഈ പവർ ഇല്ല. ഇങ്ങനെ ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമവും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ലംഘനം എന്ന ഗ്രൗണ്ടിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്രകാരം പാർലമെന്റ് എനാക്ട് ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് ദ ആർമി ആക്ട് 1950, ദ എയർഫോഴ്സ് ആക്ട് 1950, ദ നേവി ആക്ട് 1950, ദ പോലീസ് ഫോഴ്സ് റെസ്ട്രിക്ഷൻ ആക്ട് 1966 എന്നിവ. ഇപ്രകാരം ആർട്ടിക്കിൾ 33 പ്രകാരം എനാക്ട് ചെയ്ത ഒരു പാർലമെന്ററി ലോയ്ക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് ജൂറിസ്ഡിക്ഷനിൽ നിന്നും കോർട്ട് മാർഷലിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് സായുധ സേനയും മൗലിക അവകാശങ്ങളും എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മാർഷ്യൽ ലോ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പട്ടാള നിയമവും മൗലിക അവകാശങ്ങളും. ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ പട്ടാള നിയമം പ്രാബല്യത്തിലുള്ള പ്രദേശങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പരിമിതപ്പെടുത്തുവാൻ ആർട്ടിക്കിൾ 34 പ്രകാരം പാർലമെന്റിന് അധികാരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മാർഷ്യൽ ലോ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഉത്തരവുകളുടെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നഷ്ടപരിഹാരം വകവച്ചെടുക്കുവാൻ ആർട്ടിക്കിൾ 34 പാർലമെന്റിന് അധികാരം നൽകുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 34 പ്രകാരം പാർലമെന്റ് പിഴ ചുമത്തിയാൽ അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കോൺട്രാവെൻഷൻ എന്ന ഗ്രൗണ്ടിൽ കോർട്ട് ഓഫ് ലായിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. മാർഷ്യൽ ലോ നിലനിൽക്കുന്ന പ്രദേശത്ത് മാർഷ്യൽ ലോ പ്രകാരമുള്ള വിധി പ്രസ്താവനകൾ, ശിക്ഷകൾ, കണ്ടുകെട്ടലുകൾ അങ്ങനെയുള്ള ഏതുതരം പ്രവർത്തനങ്ങളെയും പാർലമെന്റിന് സാധുവാക്കാം. മാർഷ്യൽ ലോ എന്ന കോൺസെപ്റ്റ് ഇന്ത്യ ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്നാണ്. എന്നാൽ മാർഷ്യൽ ലോ എന്ന എക്സ്പ്രഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മാർഷ്യൽ ലോ ഡിക്ലെയർ ചെയ്യുവാൻ എക്സിക്യൂട്ടീവ്സിനെ ഓതറൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും സ്പെസിഫിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഇല്ല. എന്നാൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടെയും മാർഷ്യൽ ലോ ഡിക്ലെയർ ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 34 സൂചിപ്പിക്കുന്നുമുണ്ട്. ആർട്ടിക്കിൾ 35 പറയുന്നത് ചില പ്രത്യേക ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും അതിന് എഫക്റ്റ് നൽകുന്നതിനുമുള്ള അധികാരം പാർലമെന്റിൽ മാത്രം നിക്ഷിപ്തമാണ്, അല്ലാതെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഈ പവർ ഇല്ല എന്ന്. ഈ സംഗതിയിൽ താഴെ പറയുന്ന പ്രൊവിഷനുകൾ ആർട്ടിക്കിൾ 35 ഉൾപ്പെടുന്നു. ആദ്യമായിട്ട് താഴെ പറയുന്ന ചില പ്രത്യേക കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1. സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറീസ്, ലോക്കൽ അതോറിറ്റി, മറ്റുള്ള അതോറിറ്റീസ് എന്നിവകളിലെ ജോലികളുടെ നിയമനത്തിൽ റെസിഡൻസ് ഒരു കണ്ടീഷനായി നിർദ്ദേശിക്കുന്നതിനുള്ള അധികാരം. രണ്ടാമതായി, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിനായി നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, റിട്ടുകൾ എന്നിവ ഇഷ്യൂ ചെയ്യാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാത്ത മറ്റു കോടതികളെ ചുമതലപ്പെടുത്തുവാനുള്ള അധികാരം. മൂന്നാമതായി, സായുധ സേനാ വിഭാഗങ്ങളിലെയും പോലീസ് ഫോഴ്സിലെയും അംഗങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആപ്ലിക്കേഷൻ റദ്ദു ചെയ്യുവാനോ പരിമിതപ്പെടുത്തുവാനോ ഉള്ള അധികാരം.
നാലാമതായി, മാർഷൽ ലോ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അതിനെതിരെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ ജീവനക്കാരനെതിരെയോ മറ്റേതെങ്കിലും വ്യക്തികൾക്കെതിരെയോ പിഴ ചുമത്തുന്നതിനുള്ള അധികാരം. ഈ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് ആർട്ടിക്കിൾ 35 പ്രകാരം. ഇനി രണ്ടാമതായിട്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫൻസായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ചില പ്രവൃത്തികളുണ്ട്. അത്തരം പ്രവൃത്തികളിൽ ശിക്ഷാവിധി നിർദ്ദേശിച്ചുകൊണ്ട് നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ അൺടച്ചബിലിറ്റി, അതുപോലെ തന്നെ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ശിക്ഷാവിധി നിർദ്ദേശിച്ചുകൊണ്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാരംഭം തൊട്ട് തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അങ്ങനെ ഇത്തരം നിയമങ്ങളുടെ നിർവഹണത്തെ പാർലമെന്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാക്കി മാറ്റിയിട്ടുണ്ട്. മൂന്നാമതായിട്ട്, ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാരംഭത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ പാർലമെന്റ് ഓൾട്ടർ ചെയ്യുകയോ റിപ്പീൽ ചെയ്യുകയോ അമെൻഡ് ചെയ്യുകയോ ചെയ്യുന്നതുവരെ പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യും. ഇവയിൽ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ സ്ഫിയറിൽ വരുമെങ്കിലും അവയിലൊക്കെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർട്ടിക്കിൾ 35 പ്രകാരം പാർലമെന്റിന് അർഹതപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പൊസിഷൻ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. ഒറിജിനലി റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 പ്രകാരം ഗ്യാരണ്ടി ചെയ്തിരുന്ന 7 ഫണ്ടമെന്റൽ റൈറ്റുകളിൽ ഒന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 19(1)(f)ഉം ആർട്ടിക്കിൾ 31 ആയിരുന്നു. ആർട്ടിക്കിൾ 19(1)(f) ഗ്യാരണ്ടി ചെയ്തിരുന്നത് എല്ലാ പൗരന്മാർക്കും പ്രോപ്പർട്ടി അക്വയർ ചെയ്യുവാനും ഹോൾഡ് ചെയ്യുവാനും ഡിസ്പോസ് ചെയ്യുവാനുമുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ആയിരുന്നു. മറിച്ച് ആർട്ടിക്കിൾ 31 ഗ്യാരണ്ടി ചെയ്തിരുന്നത് എല്ലാ വ്യക്തികൾക്കും, അത് സിറ്റിസൺസ് ആയാലും നോൺ സിറ്റിസൺസ് ആയാലും, പ്രോപ്പർട്ടിയിൽ അവകാശമില്ലായ്മ ചെയ്യുന്നതിനെതിരെയുള്ള അവകാശം ആയിരുന്നു. അതായത് നിയമപരമായിട്ടല്ലാതെ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ആർട്ടിക്കിൾ 31 പ്രൊവൈഡ് ചെയ്തിരുന്നത്. മാത്രവുമല്ല, ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അധികൃതാവകാശം ഏറ്റെടുക്കുന്നതിനോ ആയി 2 വ്യവസ്ഥകളിന്മേൽ ആർട്ടിക്കിൾ 31 സ്റ്റേറ്റിനെ എംപവർ ചെയ്തിരുന്നു. ആദ്യമായിട്ട്, പ്രോപ്പർട്ടിയുടെ അക്വിസിഷൻ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ആയിരിക്കണം. രണ്ടാമതായിട്ട്, ഓണർക്ക് കോമ്പൻസേഷൻ പേ ചെയ്യുകയും വേണം. ഈ 2 വ്യവസ്ഥകളിന്മേൽ മാത്രമായിരിക്കണം സ്റ്റേറ്റ് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരാവകാശം ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടിയിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാരംഭം മുതൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി എന്നത് ഒരു മോസ്റ്റ് കോൺട്രാവേഴ്ഷ്യൽ വിഷയമായിരുന്നു. 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടി ഒരു പുതിയ ആർട്ടിക്കിൾ 300A ഇൻസേർട്ട് ചെയ്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് ടൈറ്റിൽ ചെയ്തു. ഇത് റീഡ് ചെയ്യുന്നത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി സേവ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്നായിരുന്നു. അതായത് ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ഫോഴ്സ് ഓഫ് ലോ കൂടാതെ ഒരു വ്യക്തിയുടെയും പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന്. പാർട്ട് 3 പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി അബോളിഷ് ചെയ്തുവെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അക്വിസിഷൻ ആൻഡ് റിക്വസിഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റൈറ്റ് ടു കോമ്പൻസേഷൻ ഗ്യാരണ്ടി ചെയ്തുകൊണ്ടുള്ള 2 പ്രൊവിഷൻസ് ഇപ്പോഴും പാർട്ട് 3 ക്യാരി ചെയ്യുന്നുണ്ട്. കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടുന്ന ആ 2 കേസസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി ആർട്ടിക്കിൾ 30 പ്രകാരം ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റിന് അക്വയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കോമ്പൻസേഷൻ പേ ചെയ്യണം. രണ്ടാമതായിട്ട്, സ്റ്റാറ്റ്യൂട്ടറി സീലിംഗ് ലിമിറ്റിനകത്തുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമി അക്വയർ ചെയ്യുന്ന സമയത്ത് കോമ്പൻസേഷൻ പേ ചെയ്യണം. ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 31A മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോപ്പർട്ടിയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ ആഡ് ചെയ്തത് 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്. സെക്കൻഡ് പ്രൊവിഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി സീലിംഗ് ലിമിറ്റിനകത്തുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ ആഡ് ചെയ്തത് 17th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1964 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്.
ഇനി സ്റ്റേറ്റ് ഒരു വ്യക്തിയുടെ സ്റ്റാറ്റ്യൂട്ടറി സീലിംഗ് ലിമിറ്റിനകത്തുള്ള സ്വകാര്യ ഭൂമി അക്വയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂവിലുള്ള കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ആർട്ടിക്കിൾ 31A പ്രൊവൈഡ് ചെയ്യുന്നു. ജിലുബായി നൻബായി കച്ചാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് കേസിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അണ്ടർ ആർട്ടിക്കിൾ 300A കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ല, മറിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാണെന്ന് സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാദേവി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ആൻഡ് അതേഴ്സ് എന്ന ഒരു കേസിൽ റീസെൻ്റ് ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോർട്ടിൻ്റെ റീസെൻ്റ് ജഡ്ജ്മെൻറ്റ് റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് എന്നാണ്. അടുത്തതായി നമുക്ക് പാർട്ട് 3ക്ക് പുറത്തുള്ള ചില റൈറ്റ്സുകളെ കുറിച്ച് പരിശോധിക്കാം. പാർട്ട് 3യിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചില റൈറ്റ്സുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്, നോൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഇവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. നിയമപരമല്ലാത്ത രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യുകയോ ടാക്സ് ചുമത്തുകയോ ചെയ്യാൻ പാടില്ല. അത് പാർട്ട് 3ക്ക് പുറത്തുള്ള ഒരു റൈറ്റാണ്. ഒരു വ്യക്തിയുടെ നിയമപരമായിട്ടുള്ള പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല. അതും പാർട്ട് 3ക്ക് പുറത്തുള്ള ഒരു റൈറ്റാണ്. 3. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായുള്ള വാണിജ്യ വ്യാപാര വ്യവഹാരങ്ങൾക്കുള്ള റൈറ്റ്. 4. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലോക്സഭ എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ഷനുള്ള അവകാശം. ഇത്രയുമാണ് പാർട്ട് 3ക്ക് പുറത്തുള്ള റൈറ്റ്സ്. ഇനി ഇൻ കേസ് ഓഫ് വയലേഷൻ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, അഗ്രീവ്ഡ് പേഴ്സൺസിന് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനായിട്ട് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ പ്രൊവിഷൻ തന്നെ ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ, ലീഗൽ, നോൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അഗ്രീവ്ഡ് പേഴ്സൺസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ലഭിക്കില്ല. അയാൾക്ക് ഇതിൻ്റെ റെമഡിക്കായി ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 3ക്ക് പുറത്തുള്ള റൈറ്റ്സുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ആംഡ് ഫോഴ്സസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മാർഷൽ law ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രസൻറ്റ് പൊസിഷൻ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ഔട്ട്സൈഡ് പാർട്ട് 3. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.